നമുക്ക് ചപ്പാത്തിൻ്റെയും ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബട്ടർ ഗാർലിക് എഗ്ഗിൻ്റെ റെസിപ്പി നോക്കാം. 4 മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ആകുമ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഒരുപാട് ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ആകുമ്പോൾ 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മൂത്ത മണം വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു വൈറ്റ് സോസ് ആക്കി എടുക്കണം. ഞാൻ കുറേശ്ശെ പാലൊഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ പിന്നെ ഒരുപാട് പണികളൊന്നുമില്ല. നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമുക്ക് നല്ല ചൂട് ചപ്പാത്തിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ബട്ടർ ഗാർലിക് കേക്ക് റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.